തലസ്ഥാന മാറ്റ വിവാദത്തിൽ ഹൈബീഡിനെ തള്ളി വി ഡി സതീശൻ. വിഷയത്തിൽ ഹൈബിയെ അതൃപ്തി അറിയിച്ചു. സ്വകാര്യ ബില്ല് പിൻവലിക്കാൻ നിർദ്ദേശിച്ചു. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അതിലുള്ള ശക്തിയായ അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ല. ആ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അത് അടിയന്തരമായിട്ട് അതിൽ പ്രസ് ചെയ്യരുത്, അത് പിൻവലിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തലസ്ഥാനം മാറ്റണമെന്ന ബില്ല് ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്ന രമേശ് ചെന്നിത്തല. പാർട്ടിയിൽ ആലോചന നടന്നിട്ടില്ല. തലസ്ഥാനം തിരുവനന്തപുരത്ത് തന്നെയാണ് നല്ലതെന്നും ചെന്നിത്തല പറഞ്ഞു. വലിയ ഗൗരവത്തോടു കൂടി കണക്കാക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലെന്ന് പറയുന്നത് ഇത് നോട്ടീസ് കൊടുത്തിട്ടേ ഉള്ളതെന്നാണ് ഞാൻ അറിയുന്നത്. അത് പലപ്പോഴും ചർച്ചയ്ക്ക് പോലും ലോട്ടിട്ടാണ് എടുക്കുന്നത്. ചർച്ചയ്ക്ക് പോലും വരാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പം ഏതായാലും തിരുവനന്തപുരത്ത് തന്നെ തലസ്ഥാനം ഉണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പുതിയ തലസ്ഥാനത്തെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പാർട്ടിയിൽ ഒരു ചർച്ച നടന്നതായി എനിക്കറിയാം. തലസ്ഥാന മാറ്റ ചർച്ചയിൽ ഹൈബിക്കെതിരെ കെ മുരളീധരൻ. ഹൈബി പാർട്ടിയോട് ചോദിക്കാതെ ബിൽ അവതരിപ്പിച്ചത് തെറ്റ്. തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് മാറ്റേണ്ട ഒരു കാര്യവുമില്ലെന്നും കെ മുരളീധരൻ. അതേസമയം നിർദ്ദേശം അപ്രായോഗികമെന്ന് തിരുവനന്തപുരം എം പി ശശി തരൂരും ട്വീറ്റ് ചെയ്തു. പാരമ്പര്യമുള്ള നഗരമാണ് തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞത്. ആ നഗരത്തിൽ നിന്നും തലസ്ഥാനം മാറ്റേണ്ട യാതൊരു സാഹചര്യവുമില്ല. എനിക്ക് അത്ഭുതം, ഹൈബിയുടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ നാട്ടിലേക്ക് തലസ്ഥാനം കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞാൻ വടകരയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് ശരിയായിട്ടുള്ള നടപടിയല്ല. തലസ്ഥാനം എല്ലാ കാലത്തും പ്രൗഢിയോടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു അന്തസ്സ് തന്നെയാണ് തലസ്ഥാനം. സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ടും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പ്രചാരണം സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായേക്കും. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന പ്രചാരണം സംഘടിപ്പിക്കാനാണ് സിപിഎമ്മിന്റെ ആലോചന. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന സമിതി യോഗത്തിലും പങ്കെടുക്കാതെ ഇ പി ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അടക്കം വിലയിരുത്തുന്ന നിർണായക യോഗങ്ങളിലാണ് ഇ പിയുടെ സാന്നിധ്യം. ആയുർവേദ ചികിത്സയിലായതിനാലാണ് യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്ന് ഇ പി വിശദീകരിച്ചു. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുന്നു. നാഗാലാൻഡിലും മേഘാലയയിലും മിസോറാമിലും മണിപ്പൂരിലും ബി.ജെ.പിയോട് അടുപ്പം സൂക്ഷിക്കുന്ന എതിർ പാർട്ടികളെ എതിർപ്പുയർത്തിക്കഴിഞ്ഞു. ആദിവാസി ജനതയുടെ സ്വാതന്ത്ര്യം ഏക സിവിൽ കോഡ് ഇല്ലാതാക്കും എന്നതാണ് ഇവരുടെ ആശങ്ക. മണിപ്പൂർ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മ്യാൻമാറിനോട് അതൃപ്തിയിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച് ഇന്ത്യ. മ്യാൻമാർ സേന നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനെയാണ് ഈ വിഷയം ഉന്നയിച്ചത്. അതിർത്തി വഴി നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. മണിപ്പൂർ സംഘർഷത്തിൽ ചൈനയ്ക്ക് പങ്കുണ്ടെന്ന് എന്ന് ശിവസേന എം പി സഞ്ജയ് റൌത്ത്. അന്താരാഷ്ട്ര സംഘടനകളും മറ്റ് രാജ്യങ്ങളും സംഘർഷത്തിന് പുറകിലുണ്ടെന്ന് എൻ ബീരൻ സിംഗിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പ്രതികരണം. കൈതോലപ്പായിൽ പണം കടത്തിയെന്ന ജി ശക്തിധരന്റെ ആരോപണത്തിൽ ബെന്നി ബെഹന്നാൻ നൽകിയ പരാതിയിൽ പ്രാഥമിക പരിശോധന. പരാതി തിരുവനന്തപുരം സിറ്റി ഡിസിപിക്ക് കൈമാറി. വിഷയം പരിശോധിക്കാൻ സിറ്റി ഡിസിപിക്ക് നിർദ്ദേശം നൽകി. പ്രാഥമിക പരിശോധനയ്ക്കു ശേഷമായിരിക്കും വിശദമായ അന്വേഷണം നടക്കുക. ജി ശക്തിധരന്റെ 2 വെളിപ്പെടുത്തലുകളിൽ അടിയന്തരമായി കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേസെടുത്തില്ല എങ്കിൽ സമരം ചെയ്യും. നിയമ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേസെടുക്കാൻ തയ്യാറല്ല എങ്കിൽ ഞങ്ങളതിൽ നിയമപരമായ നടപടികളുമായി സ്വീകരിച്ചിട്ടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ സമരങ്ങളും ഞങ്ങൾ അതിന്റെ പേരിൽ ആരംഭിക്കും. കേരളത്തിലെ ജനങ്ങളുടെ ഡാറ്റ, ആ ഡാറ്റ ഊരാളുകൾ പോലുള്ളൊരു സംവിധാനത്തിനെ ഏൽപ്പിച്ചതും അതിന്റെ വിശദാംശങ്ങളും എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ അത് വിശദമാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ബി.ആർ.എം. ഷഫീറിനെ തള്ളി രമേശ് ചെന്നിത്തല രംഗത്ത്. അരിയിൽ ഷുക്കൂർ കേസ് CBI അന്വേഷിച്ചതാണ്. ബി.ആർ.എം. ഷഫീർ പറഞ്ഞ കാര്യം തെറ്റാണെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് എന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് നേതാവിന്റെ നികുതി വെട്ടിപ്പ് പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു എന്ന കേന്ദ്ര GST ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. കോൺഗ്രസ് നേതാവും കൗതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ PAM ബഷീറിന്റേതാണ് സ്ഥാപനം. പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് 80 കോടിയിലധികം രൂപയുടെ നികുതി വെട്ടിപ്പാണ്. മന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടിമുതൽ കേസിൽ സുപ്രീംകോടതിയിൽ ഹർജി. അന്വേഷണത്തിന് തടസ്സമില്ല എന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ മന്ത്രി ആന്റണി രാജുവാണ് ഹർജി ഫയൽ ചെയ്തത്.
കാപ്പ കേസ് പ്രതിക്ക് പാസ്പോർട്ട് പുതുക്കി കിട്ടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഫീൽഡ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് അനുകൂലമായ പശ്ചാത്തലത്തിലാണ് അടൂർ പാറക്കോട് സ്വദേശി നിർമ്മൽ ജനാർദ്ദനന് പാസ്പോർട്ട് പുതുക്കാനായത്. കേസുകളുടെ വിശദാംശങ്ങളോ കാപ്പ കേസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളോ ഇല്ലാതെയായിരുന്നു പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് നൽകിയത്. വിഷയം വിവാദമായ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര അന്വേഷണം. അസമിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നൂറുകണക്കിന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബാർപേട്ട ജില്ലയിലെ പല ഭാഗങ്ങളിലും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. വെള്ളപ്പൊക്കത്തിനൊപ്പം ബ്രഹ്മപുത്ര നദിയിലെ മണ്ണൊലിപ്പും അസം ജനതയെ ദുരിതത്തിലാക്കുന്നു. മൺസൂൺ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ ഗുജറാത്തിൽ പ്രളയ സമാന സാഹചര്യമാണ്. മരം കടപുഴകി വീണതും വെള്ളക്കെട്ടിൽ അകപ്പെട്ടും മണ്ണിടിച്ചിലിലും കഴിഞ്ഞ 2 ദിവസത്തിനിടെ 9 പേർ മരണപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ഫോണിൽ സംസാരിച്ചു. മഴക്കെടുതി രൂക്ഷമായ മേഖലകളിൽ കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. കേരളത്തിൽ മഴ ശക്തമാവുകയാണ്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. നാളെ മുതൽ മഴ അതിശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വയനാട് ജില്ലയിൽ ശനിയാഴ്ച 790 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഒരാൾക്ക് H1N1 സ്ഥിരീകരിച്ചു. 2 പേർക്ക് എലിപ്പനിയാണ്. ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങളോടെ ചികിത്സയ്ക്കെത്തിയ 4 പേരുടെയും ടൈഫോയിഡ് ലക്ഷണങ്ങളോടെ എത്തിയ 2 പേരുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചു. അതിദരിദ്രരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ പരിഗണിക്കപ്പെടേണ്ട ആളുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ ഗൌരവമായി പരിശോധിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് നിർദ്ദേശം നൽകി. മേഖലാ അവലോകന യോഗത്തിന് മുന്നോടിയായി ആലപ്പുഴയിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. KSRTC സ്വിഫ്റ്റ് ഇനി വേഗത്തിൽ പായും. സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളുടെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ നിന്നും 80 കിലോമീറ്ററായി ഉയർത്തിയിട്ടുണ്ട്. യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. അതേസമയം KSRTCയുടെ അന്തർ സംസ്ഥാന സർവീസുകളായ ഗജരാജ്, AC സ്ലീപ്പർ തുടങ്ങിയ ബസ്സുകളിലെ വേഗത മണിക്കൂറിൽ 95 കിലോമീറ്ററായും ക്രമീകരിച്ചിട്ടുണ്ട്. മിഠായി പൊതിയിൽ മധുരച്ചതി എന്ന മാതൃഭൂമി വാർത്തയിൽ കർശന നടപടിയുമായി ബാലാവകാശ കമ്മീഷൻ. കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ സുരക്ഷിതമല്ലാത്തതും ഉപയോഗശൂന്യവുമായ മിഠായികൾ വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തി. കുട്ടികളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ് ഇതെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. നിയമലംഘനം കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നൽകിയ ഉത്തരവിൽ പറയുന്നു. ആനയറക്കാരുടെ ദുരിത ജീവിതത്തിന് വിരാമമാവുകയാണ്. ആനയറയിൽ വഴിമുടക്കി സ്ഥാപിച്ച പൈപ്പ് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പൈപ്പ് നീക്കാനുള്ള യന്ത്രഭാഗം ഇന്നലെയാണ് ചെന്നൈയിൽ നിന്നും എത്തിയത്. 4 ദിവസത്തിനകം പൈപ്പ് പൂർണ്ണമായി നീക്കുമെന്ന് ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. ആലപ്പുഴ ചേർത്തലയിൽ ജപ്പാൻ പൈപ്പ് വീണ്ടും തകർന്നു. എക്സ്റേ ബൈപ്പാസിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം കുത്തിയൊലിച്ചു. ഇരുചക്ര വാഹനങ്ങൾ പലതും കുഴിയിൽ വീണു. ചേർത്തല നഗരത്തിൽ 3 ദിവസം കുടിവെള്ളം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. പത്തനംതിട്ട നഗരത്തിൽ പൈപ്പിടാൻ കുഴിച്ച റോഡ് നന്നാക്കാത്ത കരാറുകാരനെതിരെ നടപടി. ഇയാളെ പദ്ധതി പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. നഗരഹൃദയത്തിലെ 1.5 കിലോമീറ്റർ റോഡ് 3 മാസത്തോളമായി ഗതാഗത യോഗ്യമല്ല. മൂന്നാറിലെ നിർമ്മാണ നിയന്ത്രണത്തിൽ പുതിയ സമരമുഖം തുറന്ന CPM കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നിയന്ത്രണം ബാധകമായ എല്ലാ പഞ്ചായത്തുകളിലും സായാഹ്ന ധർണകൾ സംഘടിപ്പിക്കുകയാണ് പാർട്ടി. യോഗങ്ങളിൽ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവനെതിരെ നേതാക്കൾ ആഞ്ഞടിക്കുകയാണ്. ഹരീഷ് കള്ളനായ കാപാലികനാണെന്ന് MM മണി അധിക്ഷേപിച്ചു. ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേരാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. 17കാരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഫ്രാൻസിലുണ്ടായ കലാപം അയവില്ലാതെ തുടരുകയാണ്. ആയുധം കൈവശം വച്ചതിന് 37 പേരെ അറസ്റ്റ് ചെയ്തതായി പാരീസ് പോലീസ് അറിയിച്ചു. മാർച്ചയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 1000-ഓളം പേർ ഇതുവരെ അറസ്റ്റിലായി. സമരത്തെ പ്രതിരോധിക്കാൻ കൂടുതൽ സേനയെ വിന്യസിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അറിയിച്ചു. ജർമ്മൻ സന്ദർശനം മാറ്റിവെച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിൽ കലാപം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അടിയന്തരമായി രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു. കല്ലമ്പലം രാജു വധക്കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കേസിലെ 4 പ്രതികളെയും ഇന്നലെയാണ് കല്ലമ്പലം പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി. കേസിൽ ഗൂഢാലോചന തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കും. വർക്കല ബാറിലെ ദൃശ്യങ്ങളാണ് ശേഖരിക്കുന്നത്. ഇവിടെ മദ്യപാനത്തിനിടെ ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ. മറ്റാർക്കെങ്കിലും ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കുകയാണ്.
ഭരണസിരാ കേന്ദ്രത്തിലും തെരുവു നായ്ക്കളുടെ വിളയാട്ടം. സെക്രട്ടേറിയറ്റ് വളപ്പിൽ ABCക്ക് വിധേയമാക്കാത്ത തെരുവു നായ്ക്കൾ അടക്കം അലഞ്ഞു തിരിയുകയാണ്. ജീവനക്കാർക്ക് കടിയേറ്റിട്ട് പോലും സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. പത്തനംതിട്ട സീതത്തോട്ടിൽ കണ്ടെത്തിയ പുലി അവശനിലയിലാകാൻ കാരണം വിഷം കഴിച്ചതുകൊണ്ടാണെന്ന് കണ്ടെത്തൽ. 2 ദിവസത്തെ ചികിത്സയ്ക്കു ശേഷം പുലിയെ വനത്തിൽ തുറന്നുവിട്ടു. കമ്പ്യൂട്ടർ കടിക്കലടാ. ഒറ്റപ്പാലം മിനിശ്ശേരിയിൽ മാൻ കിണറ്റിൽ വീണു. ഫയർഫോഴ്സ് എത്തി പുറത്തെത്തിക്കാൻ ശ്രമം നടത്തുകയാണ്. കോഴിക്കോട് ഫറോക്ക് പുഴയിലേക്ക് 2 പേർ ചാടി. മഞ്ചേരി സ്വദേശികളായ സ്ത്രീയും പുരുഷനുമാണ് ചാടിയത്. സ്ത്രീയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പുരുഷനായി തിരച്ചിൽ തുടരുന്നു. പിഴയിടലും ഫ്യൂസ് ഊരലുമായി KSEB MVD തർക്കം രൂക്ഷമാകുന്നു. ജീപ്പിന് മുകളിൽ കെട്ടിവച്ച് തോട്ടി കൊണ്ടുപോയതിന് പിഴയിട്ടതോടെയാണ് MVD ഓഫീസുകളിലെ ഫ്യൂസ് ഊരൽ പ്രതികാര നടപടി KSEB തുടങ്ങിയത്. ഇതുവരെ 4 MVD ഓഫീസുകളിൽ KSEBക്കാർ ഫ്യൂസ് ഊരി. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലെത്തിച്ച രോഗിയെ വീൽചെയർ നൽകാതെ ജീവനക്കാർ പടുകയറ്റി വിട്ടതിനെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിച്ചതായി പരാതി. കൊട്ടാരക്കര കൂറമ്പാലൂർ സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത്. അതേസമയം വീൽചെയർ നൽകിയില്ല എന്ന ആരോപണം ആശുപത്രി സൂപ്രണ്ട് നിഷേധിച്ചിട്ടുണ്ട്. പടികൾ വഴി ബന്ധുക്കളാണ് രാധാകൃഷ്ണനെ കൊണ്ടുപോയത്. പരിശോധിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നും സൂപ്രണ്ട് പറഞ്ഞു. പാലക്കാട് പൊന്നംകോട് വാക്കുതർക്കത്തിനിടെ തുടർന്നുണ്ടായ ഉന്തിലും തള്ളിനുമിടെ ഓട്ടോറിക്ഷ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. 59-കാരനായ അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. പൊന്നംകോട് സ്വദേശിയായ നഹാസ് എന്നയാളുമായാണ് വാക്കുതർക്കവും ഉന്തും തള്ളുമുണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. നഹാസ് ചാവി കൊണ്ട് കുത്തിയതിനെ തുടർന്ന് ലത്തീഫിന്റെ പുരുകത്തിൽ ചെറിയൊരു പരിക്കുമുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ 5-സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമായി കേരളം. ബിസിനസ് ടൂറിസം രംഗത്തെ മികച്ച ഹോട്ടലുകളുടെ പട്ടികയിലും കേരളത്തിനാണ് നേട്ടം. 46 5-സ്റ്റാർ ഹോട്ടലുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. 40 ഹോട്ടലുകളുമായി മഹാരാഷ്ട്രയാണ് കേരളത്തിന് തൊട്ടുപിന്നിൽ. രാജ്യത്താകെ 352 5-സ്റ്റാർ ഹോട്ടലുകളാണ് നിലവിലുള്ളത്. അതേസമയം ഒറ്റ ഹോട്ടലുകൾ പോലും ഇല്ലാത്ത 10 സംസ്ഥാനങ്ങളും രാജ്യത്തുണ്ട്. 2023 ജൂൺ മാസത്തിൽ രാജ്യത്തെ ചരക്കു നികുതി വരുമാനത്തിൽ വർധനവ് 1,61,497 കോടി രൂപയാണ് ജൂണിലെ വരുമാനം. മുൻ വർഷത്തേക്കാൾ 11.67% വർധനവാണ് ഉണ്ടായത്. 26,000 കോടി രൂപയുടെ വരുമാനവുമായി മഹാരാഷ്ട്ര GST വരുമാനത്തിൽ മുന്നിലാണ്. 4ാം തവണയാണ് GST വരുമാനം 1.60 ലക്ഷം രൂപ കടക്കുന്നത്. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ചട്ടലംഘനങ്ങളിൽ പ്രമുഖ സ്ഥാപനങ്ങൾക്ക് പിഴയിട്ട് ഓഹരി നിയന്ത്രണ ബോർഡായ സെബി. റിലയൻസ് ഗ്രൂപ്പ്, സി എന്റർടൈൻമെന്റ് ഗ്രൂപ്പ്, വേദാന്ത ഗ്രൂപ്പ് എന്നിവയ്ക്ക് കീഴിലുള്ള കമ്പനികൾക്കാണ് പിഴയിട്ടത്. തെറ്റിദ്ധാരണ പരത്തുന്ന വിവരങ്ങൾ വിപണിക്ക് നൽകിയതിന് വേദാന്തയ്ക്ക് 30 ലക്ഷം രൂപയാണ് പിഴയിട്ടത്. ക്രമരഹിതമായി ഇടപാടുകൾ നടത്തിയതിന് റിലയൻസ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റിന് 7 ലക്ഷവും പിഴ ചുമത്തി. 6 മാസത്തിനിടെ ആഗോളതലത്തിൽ ടെക്നോളജി കമ്പനികളിലെ പിരിച്ചുവിടലിൽ ജോലി നഷ്ടമായത് 2.12 ലക്ഷം പേർക്കാണ്. സ്റ്റാർട്ടപ്പുകൾ മുതൽ വൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള കണക്കാണിത്. അമേരിക്കയിലും യൂറോപ്പിലും പണപ്പെരുപ്പം ഉയരുകയും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പിരിച്ചുവിടൽ വർദ്ധിച്ചത്. 819 ടെക് കമ്പനികളിൽ നിന്നും 2.5 ലക്ഷത്തോളം ജീവനക്കാർക്കാണ് ജോലി നഷ്ടമായത്. വള്ളംകളി സീസണിന് തുടക്കം കുറിച്ച ചമ്പക്കുളം മൂലം ജലോത്സവം നാളെ നടക്കും. 6 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 12 കളിവള്ളങ്ങളാണ് ഇത്തവണ മത്സരിക്കുക. കിരീട പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാർ കൂടിയായ ചമ്പക്കുളം ചുണ്ടൻ. നെഹ്റു ട്രോഫി മത്സരത്തിന് മുൻപായി നടക്കുന്ന മത്സരം എന്ന നിലയിൽ ചുണ്ടന് വിജയം അനിവാര്യമാണ്. ഇതിനായി കഠിന പരിശ്രമമാണ് ഇവർ നടത്തുന്നത്. ആലപ്പുഴ ബീച്ചും പുന്നമട ഹൌസ് ബോട്ട് ടെർമിനലും വൃത്തിയാക്കുന്ന തൊഴിലാളികൾക്ക് 3 മാസമായി വേതനമില്ല. 54 തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായത്. നഗരസഭയിൽ ഉൾപ്പെടെ 10 വർഷം ജോലി ചെയ്ത താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുമ്പോഴും 2 പതിറ്റാണ്ടായി ജോലി ചെയ്യുന്ന ഇവർക്ക് ശമ്പള വർധനവ് പോലുമില്ല.
റേഷൻ വ്യാപാരികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ വ്യാപാരികളുടെ സംയുക്ത സമരസമിതി തൊടുപുഴയിൽ ധർണ നടത്തി. മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന സമരം ചെയർമാൻ ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. വേതന പാക്കേജ് പരിഷ്കരിച്ച് ഉടൻ നടപ്പിലാക്കുക, കേന്ദ്രം വെട്ടിക്കുറച്ച ഭക്ഷ്യധാന്യം ഉടൻ പുനഃസ്ഥാപിക്കുക, കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർമാരെ ആദരിച്ച ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിരിയം വർഗീസ്, സൂപ്രണ്ടന്റ് ഡോക്ടർ അബ്ദുൽ സലാം, ഹെൽത്ത് സർവീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ AR ശ്രീഹരി തുടങ്ങിയവരെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KJ രാജേശ്വരി ആദരിച്ചത്. കോഴിക്കോട് മലയോര മേഖലയിലെ കർഷകർ തീരാ ദുരിതത്തിലാണ്. കാടിറങ്ങിയെത്തുന്ന മൃഗങ്ങൾ വിളവ് നശിപ്പിക്കുന്നത് പതിവായതോടെ പലരും കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ്. നിബന്ധനകൾ ഏറെയുള്ളതിനാൽ വിള ഇൻഷുറൻസ് പോലും ഇവർക്ക് പ്രയോജനപ്പെടുന്നില്ല. വർഷം 30,000 തേങ്ങ കിട്ടിയിരുന്ന പറമ്പിൽ നിന്നും ഇപ്പോൾ കിട്ടുന്നത് 2,000-ഓളം മാത്രമാണ്. 11 വർഷം മുൻപ് തിരുവനന്തപുരം ആർന്നല്ലൂർ സ്വദേശികളായ അമ്മയെയും മകളെയും കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു. തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ M സലാഹുദ്ദീനെയാണ് നിയമിച്ചത്. 2011 മാർന്നല്ലൂർ സ്വദേശി ദിവ്യയെയും 1.5 വയസ്സുള്ള മകളെയും പങ്കാളി മാഹിൻ തമിഴ്നാട് ഇരയിമ്മൻ തുറയിലെ കടലിൽ എറിഞ്ഞുകൊന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് വർഷങ്ങൾക്കു ശേഷം തിരോധാന കേസ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. കണ്ണമ്പടിയിലെ കള്ളക്കേസിൽ 1-ാം പ്രതി കീഴടങ്ങി. കീഴൂക്കാനം ഫോറസ്റ്ററായിരുന്ന V അനിൽകുമാറാണ് കീഴടങ്ങിയത്. സരുൺ സജ്ജയെ കേസിൽ കൊടുക്കാൻ നേതൃത്വം നൽകിയത് അനിൽകുമാറാണ്. ഇതോടെ പോലീസിന്റെ പിടിയിലായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ എണ്ണം 2ആയി. ചാലക്കുടിയിലെ വ്യാജ ലഹരി കേസിൽ വഴിത്തിരിവ്. ബ്യൂട്ടി പാർലർ ഉടമയുടെ ബാഗിൽ LSD വച്ചത് എന്ന് സംശയിക്കുന്ന ബന്ധു ഒളിവിലാണെന്ന് അന്വേഷണ സംഘം. ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നയാളെയാണ് സംശയിക്കുന്നത്. ചാലക്കുടി വ്യാജ ലഹരി കേസിൽ എക്സൈസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച. LSD ആണോ എന്ന് ഉറപ്പിച്ചത് ഊഹത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. വാട്സ്ആപ്പ് കോളിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് സ്റ്റാമ്പ് പിടിച്ചെടുത്തത്. പിടിച്ച സ്റ്റാമ്പുകൾ പരിശോധിക്കാൻ ടെസ്റ്റിംഗ് കിറ്റുകൾ ഉണ്ടായിരുന്നില്ല. കൊല്ലം കടക്കലിൽ പോലീസിനു നേരെ കഞ്ചാവ് സംഘത്തിന്റെ അക്രമം. SIക്കും 2 പോലീസുകാർക്കും തലയ്ക്കടിയേറ്റു. കഞ്ചാവ് പിടികൂടാനെത്തിയ പോലീസ് സംഘത്തിനു നേരെയായിരുന്നു അക്രമം. SI ജ്യോതിഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർ സജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രതികളെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 10 കിലോ കഞ്ചാവ് പിടികൂടി. പുലർച്ചയ്ക്ക് 4:30-ക്കാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ 2 യുവാക്കളിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത്. ഒഡീഷയിലെ ഗജപതി ജില്ലയിലെ അടവ സ്വദേശികളായ സുരേഷ്, ജെയിംസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. സൂര്യപ്രകാശത്തിൽ ചാർജാകുന്ന കാർ നിർമ്മിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. കളമശ്ശേരി ഐസാറ്റ് കോളേജിലെ 3 ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികളാണ് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സോളാർ കാർ നിർമ്മിച്ചത്. 8 മണിക്കൂർ ചാർജ് ചെയ്താൽ 15 കിലോമീറ്ററാണ് ഈ സോളാർ കാർ സഞ്ചരിക്കുക. പ്രതിദിനം ഉപയോക്താവിന് വായിക്കാനാകുന്ന പോസ്റ്റുകളുടെ എണ്ണം താൽക്കാലികമായി പരിമിതപ്പെടുത്തി ട്വിറ്റർ. ഡേറ്റ സ്ക്രാപ്പിംഗും മറ്റ് കൃത്രിമത്വങ്ങളും ഒഴിവാക്കാനാണ് നടപടി. വെരിഫൈഡ് അക്കൗണ്ടുകൾക്ക് ഇനി മുതൽ 6000 പോസ്റ്റുകളും അൺവെരിഫൈഡ് അക്കൗണ്ടുകൾക്ക് 600 പോസ്റ്റുകളും പ്രതിദിനം വായിക്കാം. സമുദ്ര ഗവേഷണത്തിനായി ഇനി മീറ്റ് ബെല്ലെ റോബോട്ട് ഫിഷ്. DNA സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും സമുദ്രത്തിന്റെ അടിത്തട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായാണ് 3 അടി നീളമുള്ള മീറ്റ് ബെല്ലെ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് റോബോട്ട് പ്രവർത്തിക്കുന്നത്. DNA സാമ്പിളുകൾ ശേഖരിക്കുന്നതോടൊപ്പം കടലിന്റെ അടിത്തട്ടിന്റെ തത്സമയ ദൃശ്യങ്ങളും റോബോട്ട് നൽകും. LGBTQ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി ന്യൂയോർക്കിൽ പ്രൈഡ് മന്ത് റാലി ആഘോഷിച്ചു. ആയിരങ്ങളാണ് ആഘോഷത്തിൽ പങ്കുചേർന്നത്. സംഗീത നൃത്ത പ്രകടനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റാലികൾ. കണ്ണൂർ കോർപ്പറേഷൻ മേയർ പദവി വേണമെന്ന ലീഗിന്റെ ആവശ്യത്തിൽ കോൺഗ്രസ് മൗനം തുടരവെ മുസ്ലിം ലീഗ് ജില്ലാ നേതൃയോഗം ഇന്നു ചേരും. മേയർ പദവി 3 വർഷം വിട്ടുനൽകി ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടിലാണ് ലീഗ് നേതാക്കളും അണികളും. ജില്ലാ ഭാരവാഹികളുടെയും കോർപ്പറേഷൻ പരിധിയിലെ മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെയും സംയുക്ത യോഗമാണ് ചേരുക. കോർപ്പറേഷനിൽ കോൺഗ്രസുമായി നിസ്സഹകരണം ഉൾപ്പെടെ ലീഗിന്റെ പരിഗണനയിലുണ്ട്. മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ എത്രയും വേഗം തയ്യാറാകണമെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മണിപ്പൂരിലെ കൂട്ടക്കുരുതിയും കലാപവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കളമശ്ശേരിയിൽ നടന്ന നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏക സിവിൽ കോഡിനെതിരായ ബഹുജന പ്രക്ഷോഭത്തിന് സമസ്ത നേതൃത്വം നൽകുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മുസ്ലിം സമുദായത്തെ മാത്രമല്ല മറ്റു വിഭാഗങ്ങളെയും ഏക സിവിൽ കോഡ് ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സുന്നി ഐക്യത്തിൽ സമസ്ത വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും ജിഫ്രി തങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു.
ഏക സിവിൽ കോഡിൽ CPM-മായി ചേർന്ന് സമരത്തിന്റെ ആവശ്യമില്ല എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബില്ല് വന്നാൽ അപ്പോൾ കോൺഗ്രസ് അതിനെ എതിർത്ത് തോൽപ്പിക്കും. ചർച്ചകൾ ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമം. 10-ന് ചേർന്ന UDF യോഗം സമരപരിപാടികൾ തീരുമാനിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഏക സിവിൽ കോഡിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്ന് രമേശ് ചെന്നിത്തല. ഏക സിവിൽ കോഡിനെ കോൺഗ്രസ് എതിർക്കുന്നു. ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കേണ്ട സമയമായിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പാലക്കാട് പുളിയംപുള്ളിയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ കുങ്കിയാനയെ ഇറക്കി റോന്ത് ചുറ്റൽ തുടങ്ങി. അഗസ്ത്യൻ എന്ന കുങ്കിയാനയെയാണ് വനംവകുപ്പ് ഇറക്കിയത്. അട്ടപ്പാടിയിൽ ഒറ്റക്കൊമ്പൻ ഇറങ്ങി ചോളയൂർ ചാവടിയൂർ ഊരിലാണ് ആന ഇറങ്ങിയത്. പുലർച്ചെ എത്തിയ കൊമ്പൻ ഏറെ നേരം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു.